ഇന്ന് ഞാൻ സൽക്കാരങ്ങളിൽ താരമായിട്ടുള്ള നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം അലിസയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് ഇങ്ങനെ വെള്ളത്തിൽ ഒരു 8 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം ഇങ്ങനെ വെള്ളത്തിലിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിൽ 3.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 5 അല്ലി ഈ ഒരു സൈസിലുള്ള 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു 3-4 പീസ് പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ 2 പീസാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണ് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ബോൺലെസ് ചിക്കനാണ്. അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ എടുത്തതാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 6 പീസോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട്, അതായത് ഈ ഗോതമ്പിൻ്റെ ഒക്കെ മുകളിലായിട്ട് വേണം, പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 10-20 കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഇങ്ങനെ മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ വേവിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു അലിസൻ്റെ പെർഫെക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാനുണ്ട്. അതായത് നമ്മുടെ ഒരു തവി ഉണ്ടല്ലോ, ഈ മോര് കടയിൽ നിന്ന്, അതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിൽ ചെയ്തെടുക്കാം. ആ ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വെക്കണം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. നമ്മുടെ ഇതൊരു മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലിട്ട നമ്മുടെ ഒരു പട്ട ഉണ്ടല്ലോ, പട്ടയും അതുപോലെ തന്നെ ഒരു 2-3 ചിക്കൻ പീസ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ട നമുക്ക് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു 2-3 ചിക്കൻ പീസും ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പിച്ചി ഇടാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പീസ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഞാൻ പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ വീണ്ടും സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ മുഴുവൻ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് 2 ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് തന്നെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. ഞാനിത് നെയ്യിലാണ് കേട്ടോ താളിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ ഈ ഒരു നെയ്യും അതുപോലെ തന്നെ ആ ഒരു ഉള്ളിയും ഒന്നായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു 2 ടീസ്പൂൺ ഈ ഒരു അൽസയിലേക്ക് ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തും. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ആ ബാക്കി വരുന്ന നെയ്യ് ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മൾ മേളിൽ ഒഴിച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണല്ലോ കഴിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അന്നേരം. അപ്പോൾ ഇതുപോലെ ഞാനൊരു ബൗളിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ നമ്മൾ ടേബിളൊക്കെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരല്പം നെയ്യും കൂടെ അതിൻ്റെ മേളിൽ ഒഴിച്ചാൽ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മുടെ അടിപൊളി അലിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല എളുപ്പത്തിലും അതുപോലെ തന്നെ ആ ഒരു കോഴിക്കോട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്